ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അഫ്ഗാൻ അമേരിക്കൻ റൈറ്ററായ ഖലീദ് ഹൊസൈനിയുടെ 2003 ബുക്കാണ്. ബുക്കിൻ്റെ പേര് ദ കൈറ്റ് റണ്ണർ. നമ്മൾ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ബുക്കാട്ടോ. മസ്റ്റ് റീഡ് എന്ന് ഞാൻ തന്നെ പറയും. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഹ്യൂമൻ ഇമോഷൻസിൻ്റെ ഒരു റോളർ കോസ്റ്റർ തന്നെയാണ് ഈ ഒരു മൂവിയുണ്ട്, ഫിലിമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നോവൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു പേർഗേഷൻ ഓഫ് ഇമോഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു മൂവി അല്ലെങ്കിൽ നോവൽ വായിച്ച് തീരുമ്പോൾ കുറച്ചെങ്കിലും എമ്പതി, ഒരു ഹ്യൂമൻ കൈൻഡ്നെസ് ഒക്കെ മനസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും കരഞ്ഞിരിക്കും. അതിനകത്തൊരു ക്യാരക്ടർ നമ്മൾ വല്ലാതെ ഹോണ്ട് ചെയ്യും. അങ്ങനത്തെ ഒരു നോവലാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വായിക്കണം കേട്ടോ. സമ്മറി മാത്രം കേട്ടാൽ പോരാ, എക്സാം ഒക്കെ കഴിഞ്ഞ് പതിയെ വായിച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ നോവലിലേക്ക് പോകാം. ഈ നോവലിൽ പ്രധാനമായിട്ടുമുള്ള ക്യാരക്ടേഴ്സ് അമീറും ഹസനുമാണ്. അവർ നല്ല ഫ്രണ്ട്സാണ്. കൊച്ചുകുട്ടികളാണ്, 12 വയസ്സുള്ള കൊച്ചുകുട്ടികളാണ്, നല്ല ഫ്രണ്ട്സാണ്. ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ നാരറ്റീവിലാണ്. ആരുടെ നാരറ്റീവ് എന്ന് വെച്ചാൽ അമീറാണ്. അമീർ പറയാണ്, 1975 ഒരു 12 വയസ്സ് ആയിരുന്നു ഞാൻ ആ ടൈമിൽ എനിക്കുണ്ടായിരുന്നത്. ആ 12 വയസ്സുള്ള ആ കുറേ കാര്യങ്ങളാണ് എന്നെ ഇപ്പം ഈ ഞാനാക്കി മാറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നോവൽ തുടങ്ങുന്നത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ 26 വർഷങ്ങളായി. അപ്പോൾ അവൻ അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ആ ഒരു പഴയ കഥയാണ് നമുക്ക് നോവലിലൂടെ കാണാൻ പറ്റുന്നത്. ഭയങ്കര രസമാണ്, ഭയങ്കര രസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോവലിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ ആരൊക്കെയാണ്? അമീറും ഹസനുമാണ്. അമീർ എന്ന് വെച്ചാൽ ബാബ, അവൻ്റെ ഫാദറിനെ വിളിക്കുന്നതാണ് ബാബ. കാബൂളിലാണ് നടക്കുന്നത്, അഫ്ഗാനിലെ കാബൂളിലാണ്. ബാബയായിട്ടും അവന് കുറച്ച് സെർവൻസ് ഉണ്ട്, അലിയും ഹസനും ആയിട്ടാണ് താമസിക്കുന്നത്. ഈ ഹസൻ എന്ന് പറഞ്ഞാൽ അലിയുടെ മകനാണ്. അതുപോലെ ഈ ഹസൻ ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. അവനെ ആ ഒരു നാട്ടിലുള്ള ആൾക്കാരൊക്കെ കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവനൊരു ഹസാര കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഹസാര കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അഫ്ഗാനിൽ എല്ലാവരും വല്ലാതെ അങ്ങ്, നമ്മളിപ്പോൾ ലോവർ കാസ്റ്റ് ആൾക്കാരെന്നൊക്കെ പറയില്ലേ, അൺടച്ചബിൾസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കില്ലായിരുന്നു പണ്ടത്തെ ആൾക്കാർ, ഇപ്പോഴല്ല. അതുപോലെ അവിടുത്തെ എത്നിക് റൈസ് അല്ല എന്ന് പറഞ്ഞിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പാവം പിടിച്ച ആൾക്കാരാണ് ഹസാര കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കളിയാക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ മുസ്ലിംസിൽ തന്നെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതാണ്. എന്താണ്, സുന്നി ഷിയ അങ്ങനെ കുറേ അധികം കാസ്റ്റുകളുണ്ട്. അതിൽ തന്നെ ഷിയ ആണെന്ന് തോന്നുന്നു. ആ ഒരു കാസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ് ഹസാര എന്ന് പറയുന്നത്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ ഗൂഗിൾ ചെയ്ത് വെച്ചിട്ട് പറയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഫേസ് ഷേപ്പൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവിടുത്തെ എത്നിക് റേസിനെക്കാട്ടും ഡിഫറെൻ്റ് ആണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഫേസ് എന്നൊക്കെ പറഞ്ഞാൽ. നമ്മുടെ നോവലിൽ നമ്മുടെ ഓഥർ പറയണത് അയാളെ ഒരു ചൈനീസ് ഡോള് പോലെ ഈ നമ്മുടെ ഹസൻ ഇരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ക്യൂട്ടാണ്. അതായത് നല്ല കൊച്ചു മൂക്കും നല്ല റൗണ്ട് ഫേസ്, കുഞ്ഞ് കണ്ണുകൾ, നല്ല ഭംഗിയാണ് അവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ നോവൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കൂടെ അത് ഇമാജിൻ ചെയ്യും, ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്ന്. ഒരു കുട്ടി ബേബി ഡോൾ അതുപോലെ ആയിരിക്കുന്നത് നമ്മുടെ ഹസൻ. ഓക്കെ, അപ്പോൾ അവനിങ്ങനെ എല്ലാവരും ടോർച്ചറല്ല ടീസ് ചെയ്യാറുണ്ട് അവിടുത്തെ കുട്ടികളൊക്കെ. അതുപോലെ നമ്മുടെ അമീർ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ക്യാഷുകാരനാണല്ലോ. അപ്പോൾ അവന് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് ആൻഡ് ഹി നോസ് ടു റൈറ്റ് ആൻഡ് റീഡ്. പക്ഷേ ഹസന് കിട്ടുന്നില്ല. ഹസൻ അവിടുത്തെ സോവനിൻ്റെ കുട്ടിയല്ലേ, അപ്പോൾ അവന് കിട്ടുന്നില്ല. ബട്ട് അമീറും ഹസനും നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ അമീർ അവന് പഠിപ്പിക്കുന്നുണ്ട്, ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവന് നോവലൊക്കെ വായിച്ചു കൊടുക്കും. അങ്ങനെ നല്ല ഫ്രണ്ട്സാണ്. അതുപോലെ ഹസൻ ഭയങ്കര ലോയലാണ്. അമീറിന് വേണ്ടി അവൻ എന്തും ചെയ്യും, അത്രയ്ക്ക് നല്ല കുട്ടിയാണ്. രണ്ടുപേരും 12-13 വയസ്സ് ആ ടൈമിലെ കുട്ടികളാണ്. അതുപോലെ അമീറിൻ്റെ ഫാദർ ബാബയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, റഹീം ഖാൻ. അദ്ദേഹം അവരുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു നോവലിൽ നമ്മുടെ 2003 ഈ നോവലിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ ആ ഒരു ഫേറ്റ് ആണ്. നമുക്കിപ്പോൾ തന്നെ അറിയാം, താലിബാൻ ഇൻവേഷൻ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. നോവലിലും അത് തന്നെ ഉണ്ട്. അഫ്ഗാനിലെ കിങ് ഓവർത്രോൺ ചെയ്തു ആൻഡ് അവിടുത്തെ കാര്യങ്ങളാകെ മാറാൻ തുടങ്ങി ഒരു ദിവസം. ഓക്കെ, അതിനു മുന്നേ നമ്മുടെ നോവലിൽ അമീറും ഹസനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് പറയുന്നുണ്ട്. അമീറിന് വേണ്ടി ഹസൻ എന്തും ചെയ്യും, എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യും എന്നുള്ളതാണ്. അവരുടെ വീടിനടുത്ത് ഒരു ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ അതിന് ഒരു കണ്ണില്ല. അപ്പോഴത്തേക്കും നമ്മുടെ അമീർ പറയും, നീ അവരുടെ കണ്ണിലേക്കൊന്ന്, അവൻ്റെ കയ്യിലൊരു ചവണയുണ്ട് കേട്ടോ, അപ്പം ചവണ സ്ലിംഗ് ഷോട്ട് എന്നാണ് പറയുക, അതൊന്ന് അടിക്കാൻ പറയും. അപ്പോൾ ഹസൻ ചോദിക്കും, വേണോ, അത് പാവില്ലെന്ന് ചോദിക്കും. അപ്പോൾ അമീർ പറയും, വേണ്ട, നീ അടിക്കാൻ പറയും. അപ്പോൾ അവന് വേണ്ടി എന്തും ചെയ്യും. ഹസൻ അത് അടിക്കും. അപ്പോൾ അതിങ്ങനെ വരണ്ട് ഓടുന്നുണ്ട്, നല്ല ഉന്നമാണ് നമ്മുടെ ഹസൻ. അങ്ങനെ അപ്പം അവർ ഭയങ്കര ഫ്രണ്ട്സാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ രണ്ടുപേരും അമീർ ഹസനും കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ വേറെ 3 ബോയ്സ് അവരെ സറൗണ്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മെയിൻ ഒരു ഗ്യാങ് ലീഡർ എന്ന് വെച്ചാൽ ആസിഫ് എന്ന് പറയുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവൻ ഇതുപോലെ അമീറിനോട് പറയും, നീ ഈ ഹസാരയിൽപ്പെട്ട ചെറുക്കനുമായിട്ട് കറങ്ങി നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹസാര കമ്മ്യൂണിറ്റി വല്ലാതെ കളിയാക്കും.
എന്നിട്ട് അമീറിനോട് നീ അവനെ ഇന്ന് രക്ഷപ്പെട്ടു പോകുന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും അമീർ ഇങ്ങനെ ഇങ്ങനെ ഒളിച്ചൊളിച്ചൊക്കെ നിൽക്കും. അമീർ കുറച്ചിങ്ങനെ വിഡ്രോൺ ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ അമീറിനെ ഇതുപോലെ ഉപദ്രവിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹസൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ ആ ഒരു ചവണ വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാനിത് യൂസ് ചെയ്യും എന്ന് പറയും. അങ്ങനെ ആ 3 പേരും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മുടെ സ്റ്റോറി നേരെ പോകുന്നത് ഒരു വിൻ്റർ ടൈമിലാണ്. അവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൈറ്റ് ഫൈറ്റിംഗ്, ഈ പട്ടം പറത്തൽ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് അവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൂർണമെൻറ്റ് വരെയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അമീറിന് ഭയങ്കര പേടി, ഞാൻ ജയിക്കുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര പേടിയുണ്ട്. ബോയ്സ് കവർ ദെയർ കൈറ്റ് സ്ട്രിങ്സ് ഇൻ ഗ്ലാസ് ആൻഡ് ബാറ്റിൽ ടു സീ ക്യാൻ സീ വിയർ ദ സ്ട്രിങ് ഓഫ് ദ ഓപ്പോസിറ്റ് കൈറ്റ്. അതായത് ഈ കുട്ടികൾ ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ പോലാണ് കേട്ടോ അത്. അപ്പോൾ കൈറ്റ് മറ്റൊരാളുടെ ആ ഒരു നൂല് ആർക്ക് പൊട്ടിക്കാൻ പറ്റും, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആരുടെ കൈറ്റാണ് ലോസ് ചെയ്യുന്നത്, കുട്ടികളിങ്ങനെ പുറകെ ഓടും. പുറകെ ഓടിയിട്ട് അത് എടുക്കാൻ വേണ്ടി പുറകെ ഓടും. അതിനെ കൈറ്റ് റണ്ണിങ് എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ ആ ഒരു ടൂർണമെൻറ്റിൽ അവർക്ക് ജയിക്കണം. അപ്പോഴത്തേക്കും അമീറിന് ഭയങ്കര പേടിയാണ്. ഓൾസോ അമീറിൻ്റെ ഫാദർ പണ്ട് അദ്ദേഹത്തിൻ്റെ ടൈമിൽ 14 കൈറ്റ്സിനെ പൊട്ടിച്ചിട്ട് ജയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും അമീറിന് ഭയങ്കര ഇതാണ്, അത് ഞാൻ ജയിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനുണ്ട്. അങ്ങനെ വൺ ഡേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ടെൻഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹസൻ്റെ ബർത്ത്ഡേ ആവുന്നുണ്ട്. അങ്ങനെ ഹസനും അമീറും പിന്നെ അതുപോലെ അമീറിൻ്റെ ഫാദറും കൂടെ പോയിട്ട് ഒരു കൈറ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഹസനെ അമീറിൻ്റെ ഫാദർ ബാബയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു കൈൻഡ് മാനാണ് അദ്ദേഹം പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അതേ കൈൻഡ്നെസ് നമ്മുടെ ഹസനോടും അദ്ദേഹം കാണിക്കുന്നുണ്ട്. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ഹസനോട് നല്ല ഒരു ഇൻറ്റിമസിയൊക്കെ അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ അമീർ എപ്പോഴും ഹസന് കുറേ കഥകൾ വായിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവന് ഏറ്റവും ഇഷ്ടം റിസ്റ്റം ആൻഡ് സൊഹ്റബ്, ആ ഒരു സ്റ്റോറിയാണ് അത് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. എത്ര കേട്ടാലും അവനത് മടക്കത്തുമില്ല. അങ്ങനെ ആ ഒരു ടൂർണമെൻറ്റ് വന്നെത്തി. അത് നമ്മുടെ ഹസനും അമീറും, ഹസൻ്റെ ഹെൽപ്പോട് കൂടി അമീർ നല്ലപോലെ എല്ലാവരെയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കൈറ്റ് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം ജയിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ആഘോഷമാണ്. കാരണം പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബാബ ആ ജയിച്ച ടൂർണമെൻറ്റ് പിന്നെ അമീർ തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഒരു കൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഹസൻ പറയും ഞാൻ പോയാൽ കൈറ്റ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ കൈറ്റിൻ്റെ പിറകെ പോയി കൈറ്റ് എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവൻ പിറകെ ഓടിപ്പോയി കൈറ്റ് എടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്കും പിന്നീട് അവൻ്റെ അനക്കമൊന്നുമില്ല. അങ്ങനെ അമീർ അവനവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് പിറകെ പോകുമ്പോഴത്തേക്കും ഒരു റൂമിൽ പോകുമ്പോഴത്തേക്കും മറ്റേ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നേരത്തെ 3 കുട്ടികൾ അവരെ ഇതുപോലെ പുറകെ വന്നു എന്ന് പറഞ്ഞില്ലേ, ആ 3 പയ്യന്മാർ വന്നിട്ട് ഹസനോട് പറയും നീ എന്തിനാ അമീറിൻ്റെ പുറകെ നടക്കുന്നത് ചോദിക്കും. അപ്പോൾ ഹസൻ പറയും അതെൻ്റെ ലോയലാണ്, എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ആ പിള്ളേർ അസീഫ്, അവനാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് നിൽക്കുന്നത്. അവൻ പറയും അവൻ നിൻ്റെ ഒരു യജമാനനാണ്, നിന്നെ വെറുതെ ഒരു പെറ്റിനെ പോലെ ഒരു പെറ്റിനെ പോലെ കാണുന്നത്, അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് പറയും നീ ആ കൈറ്റ് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ നിന്നെ ഇപ്പം വെറുതെ വിടാം, അല്ലെങ്കിൽ നിൻ്റെ കാര്യം ഗോവിന്ദ എന്ന് പറയും. അപ്പോൾ പോലും ഹസൻ കൊടുക്കില്ല. ഹസൻ ആ കൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അവനൊന്നും ചെയ്യാതെ അവർ വിടും. പക്ഷേ ഹസൻ അത് കൊടുക്കില്ല. കാരണം എന്താ, അത് അമീറിന് കൊടുക്കണം. അമീറിന് പ്രോമിസ് ചെയ്ത് വന്നേ ആ കൈറ്റ് എടുത്തോണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൻ അവൻ കൊടുത്തില്ല. അപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 3 ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ അസീഫ് ആണെങ്കിൽ അവനെ മൊളസ്റ്റ് ചെയ്യും, റേപ്പ് ചെയ്യുന്ന വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും, പാവത്തിനെ റേപ്പ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ അമീർ ഇത് കാണുന്നുണ്ട്. അമീർ അവനെ തിരക്കി വന്ന് ആ റൂമിൻ്റെ കൂടെ കാണുന്നുണ്ട്. പക്ഷേ അമീർ മുന്നോട്ട് പോവുകയോ അവനെ സേവ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഈ സംഭവങ്ങളൊക്കെ അവൻ കാണുന്നുണ്ട്. എന്നിട്ട് അമീർ ഓടി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കും. അപ്പോഴത്തേക്കും മറ്റു കുട്ടികൾ അങ്ങ് പോവും. നമ്മുടെ പാവം ഹസൻ ഇതുപോലെ ഇങ്ങനെ വേച്ച് പാവം നടക്കാൻ പോലും വയ്യാതെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അമീർ ചോദിക്കും എന്ത് പറ്റിയും ചോദിക്കും. അവനെല്ലാം കണ്ടു, പക്ഷേ എന്ത് പറ്റിയും ചോദിക്കും. അപ്പോൾ ഹസൻ പറയും ഇല്ല ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൈറ്റും കൊണ്ട് വല്ലാത്തൊരു മൊമെൻറ്റ്സ് ആണ്, കൈറ്റും കൊണ്ട് പോകും കേട്ടോ. അപ്പോഴത്തേക്കും അവനെ റേപ്പ് ചെയ്തല്ലോ, അപ്പം ഇതുപോലെ ബ്ലഡ് ഇങ്ങനെ അത് ഫിലിമിൽ അത് ഇങ്ങനെ പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ബ്ലഡ് ഇങ്ങനെ വീഴുന്നുണ്ട് പാവം ഹസൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ. അതിനുശേഷം നമ്മുടെ അമീറും ഹസനുമായിട്ടുള്ളൊരു ഡ്രിഫ്റ്റ് അവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട് കേട്ടോ. കാരണം അമീറിന് ഫുൾ ഓഫ് ഗിൽറ്റായി. അപ്പോൾ അവൻ വിചാരിക്കും ഒന്നുകിൽ ഹസൻ അല്ലെങ്കിൽ അവൻ ഇവിടുന്ന് പോകണം എന്ന് വിചാരിക്കും. അങ്ങനെ അവൻ ഹസൻ പോട്ടെ എന്ന് കരുതിയിട്ട് അവൻ്റെ ഒരു വാച്ച് കൊണ്ടുവന്നിട്ട് ഹസൻ്റെ തലേണയുടെ കീഴിൽ വെക്കും. എന്നിട്ട് അവൻ പറയും എൻ്റെ വാച്ച് മിസ്സായി എന്ന് പറയും. എന്നിട്ട് അവൻ പറയും ഹസൻ എടുത്തു എന്ന് തോന്നുന്നു, ഹസൻ്റെ അവിടുന്ന് കണ്ടു എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ഹസനും അലിയും കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബാബ ചോദിക്കും ഹസൻ നീ എടുത്തോ, ആ വാച്ച് എടുത്തോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും പാവം ഹസൻ അമീറിൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ അമീർ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നു. എന്നിട്ട് ഹസൻ അവൻ ചെയ്തിട്ടില്ല, പക്ഷെ അവൻ പറയും ആ ബാബ ഞാൻ എടുത്തു എന്ന് പറയും. അങ്ങനെ വല്ലാത്തൊരു സീനാണ് അത്. എടുത്തു എന്ന് പറയുമ്പോൾ ഇപ്പം ഇദ്ദേഹം പറയും ഇല്ല കുഴപ്പമില്ല, സാരില്ല തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷേ ഹസൻ്റെ അച്ഛൻ പറയും, അലി പറയും ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ പോവുകയാണെന്ന് പറയും. നമ്മൾ ബാബ പറയും വേണ്ട കുഴപ്പമില്ല ഞാനത് ഫോർബിഡ് ചെയ്തു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പോലും അലി പറയും ഇല്ല ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോവുകയാണ്.
പിന്നീട് സ്റ്റോറി മൂവ് ചെയ്യുന്നത് 1981-ലാണ്. ആ ടൈമിൽ അഫ്ഗാനിലേക്ക് സോവിയറ്റ് യൂണിയൻ, റഷ്യ അവർ വരുന്നുണ്ട്. ഈ നോവലിൽ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അവരെ ഭയങ്കര മോശമായിട്ട്, കമ്മ്യൂണിസം അതിനെയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കാണിക്കുന്നത്. മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ബാബ അദ്ദേഹം ഒരു മുസ്ലിമാണല്ലോ, പക്ഷെ അദ്ദേഹം ഇതുപോലെ മദ്യപിക്കുന്നുണ്ട്. അമീർ ചോദിക്കും, ബാബ ഇതിനകത്ത് എന്താണ് മുല്ല, അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ചെയ്യരുത്, ഡ്രിങ്ക് ചെയ്യരുത്, നമുക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മതത്തിൽ നല്ലതല്ല എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അപ്പം നമുക്ക് മനസ്സിലാവും ബാബ ഭയങ്കരമായിട്ട് റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാവും. അദ്ദേഹം പറയും, ആകെ നമ്മൾക്ക് ചെയ്തുകൂടാത്ത, നമുക്ക് പാപം കിട്ടുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് തെഫ്റ്റാന്ന് പറയും. തെഫ്റ്റ്, മോഷണം. ഇപ്പം നമ്മൾ ഒരാളെ കൊല്ലുമ്പോൾ മറ്റൊരാൾക്ക് ജീവിക്കാനുള്ള അവകാശം നമ്മൾ നിഷേധിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വൈഫിൻ്റെ ഹസ്ബൻഡിനെ കൊല്ലുമ്പോൾ അവരുടെ ആ ഒരു സേഫ്റ്റി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ തെഫ്റ്റ്, മോഷണം, അതാണ് ഏറ്റവും വലിയ തെറ്റ്, മറ്റൊന്നും ഒരു തെറ്റല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഓർത്തോ ഒരു ഫിലോസഫിക്കൽ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ സോവിയറ്റ് യൂണിയൻ, റഷ്യ അവർ അഫ്ഗാൻ ഇൻവൈഡ് ചെയ്യുന്നുണ്ട്. അവർ വരുമ്പോഴത്തേക്കും നമ്മുടെ ബാബയും ആരാണ് അമീറും കൂടെ അവിടുന്ന് രക്ഷപ്പെട്ട് എവിടേക്ക് പോകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. പാകിസ്ഥാനിലേക്കാണ് അവർ പോകുന്നത്. അതായത് ഒരു ടാങ്കറിലൊക്കെ അവരെല്ലാം അവരുടെ വീടും സ്വത്തും വകയും എല്ലാം കളഞ്ഞിട്ട് ഒരു ടാങ്കറിലൊക്കെ കയറിയിട്ട് എവിടേക്ക് പോവാണ്, പാകിസ്ഥാനിലേക്ക് പോവാണ്. അങ്ങനെ കുറേ കഷ്ടത ആ ഒരു ജേർണി തന്നെ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവർ മരിക്കാതെ ഇങ്ങ് എത്തുന്നുണ്ട്. അങ്ങനെ ഒരു പാകിസ്ഥാനിലേക്ക് എത്തി. 2 വർഷം കഴിഞ്ഞ് അവർ നേരെ അവിടുന്ന്, അവരിപ്പോൾ ജീവിക്കുന്നത് കാലിഫോർണിയയിലാണ്. ബാബ ഒരു ഗ്യാസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അമീർ അവൻ്റെ ഹൈസ്കൂൾ കഴിഞ്ഞു, അതിനുശേഷം കോളേജിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ബാബ ആൻഡ് അമീർ സെൽസ് തിങ്സ് അറ്റ് എ ഫ്ലീ മാർക്കറ്റ് ഓൺ സൺഡേയ്സ്. ആൻഡ് അവിടെ വെച്ചിട്ട് ബാബ ഒരു ഓൾഡ് ഫ്രണ്ടിനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജനറൽ തഹേറി എന്നാണ് കേട്ടോ, ജനറൽ തഹേറി. അപ്പോൾ ഓക്കെ, അദ്ദേഹത്തെ കാണുന്നുണ്ട്. ഓൾസോ അമീർ അവൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. ഗ്രാജുവേഷൻ കഴിയുന്നതിൻ്റെ അന്ന് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ട്. അന്ന് അമീർ പറഞ്ഞു അവനൊരു റൈറ്റർ ആവണം. കുട്ടിക്കാലം തൊട്ട് തന്നെ അമീർ നന്നായിട്ട് എഴുതുമായിരുന്നു. റഹീം ഖാൻ ഇല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാബയുടെ ഒരു ഫ്രണ്ട്, അദ്ദേഹമാണ് അമീറിൻ്റെ നോവൽസൊക്കെ വായിച്ചിട്ട് നല്ല അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ അമീർ പറയും എനിക്കൊരു റൈറ്റർ ആവണം എന്നിങ്ങനെ പറയും. അങ്ങനെ ജനറലിനെ കാണും. ജനറൽക്ക് ഒരു മകളുണ്ട്. അവരെ കാണുമ്പോഴത്തേക്കും അമീറിന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ടൊരു ഇമ്പ്രഷൻ തോന്നുന്നുണ്ട്. ഡോട്ടറിൻ്റെ പേര് സൊറായ എന്നാണ്, സൊറായ. അങ്ങനെ ഒരു ദിവസം അമീർ വിചാരിക്കും അവളോട് സംസാരിക്കണം എന്ന് വിചാരിക്കും. അങ്ങനെ അപ്പോൾ അവൾക്കും വായിക്കാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഇവൻ നോവൽ ഇപ്പോൾ എഴുതുന്നുണ്ട്. ആ നോവൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. നോവൽ കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്കും ജനറലിന് എന്തോ ഭയങ്കര ദേഷ്യം വന്നിട്ട്, നമുക്ക് മനസ്സിലാവില്ല എന്തിനാണ് അവർ തമ്മിൽ സംസാരിക്കുന്നതെന്ന്, ഇയാൾക്ക് ഇത്രയും ദേഷ്യമൊന്നും മനസ്സിലാവില്ല. അദ്ദേഹം അവൻ്റെ ആ ഒരു നോവൽ വായിച്ചിട്ട് എടുത്തിട്ട് അങ്ങ് കളയും. എന്നിട്ട് മേലെ ഇങ്ങോട്ട് വരരുത് ആ ഒരു രീതിക്ക് സംസാരിക്കും. അപ്പോഴത്തേക്കും അവൻ ആകെ ഇൻസൾട്ടഡ് ആയിട്ട് അവനങ്ങ് പോകും. ഇതിനകത്ത് ബാബയും അമീറും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. കാരണം ബാബയ്ക്ക് മനസ്സിലായി അമീർ അവളെ സൈറ്റ് അടിക്കുകയാണെന്നൊക്കെയുള്ള കാര്യം ബാബയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ബാബ പറയുന്നുണ്ട് നീ വെറുതെ എന്നെ നാറ്റിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഇൻസിഡൻ്റ് ഒക്കെ കഴിയുന്നുണ്ട്. കുറേ ഡേയ്സ് കഴിയുമ്പോൾ നമ്മുടെ ബാബയ്ക്ക് ലങ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഹോസ്പിറ്റലിലാവുന്നുണ്ട്. വൺ ഡേ നമ്മുടെ ജനറൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നു. അവിടെ വെച്ച് കാണുന്നു. അങ്ങനെ അവർ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ബാബ പറയും എനിക്ക് ഹോസ്പിറ്റലിൽ മടുത്തു, എനിക്ക് ഇനി വീട്ടിൽ പോകണം എന്നൊക്കെ പറയും. അങ്ങനെ വീട്ടിൽ പോകും. വീട്ടിൽ പോകുമ്പോഴത്തേക്കും ബാബ ചോദിക്കും നിനക്ക് ഞാൻ എന്തെങ്കിലും ഇനി ചെയ്ത് തരണോ അമീർ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും എനിക്ക് ജനറലിൻ്റെ മോളെ ഭയങ്കര ഇഷ്ടമാണ്, ഒന്ന് എനിക്ക് വേണ്ടി ചോദിക്കാമോ എന്നിങ്ങനെ ചോദിക്കും. അങ്ങനെ അദ്ദേഹം അവിടെ പോയിട്ട് ചോദിക്കും എന്താണ് ഈ കുട്ടിയെ എൻ്റെ മകന് വിവാഹം വെച്ച് തരാമോ എന്ന് ചോദിക്കും. എന്താണ് ഭയങ്കര സർപ്രൈസിംഗ്ലി അദ്ദേഹം അത് സമ്മതിക്കും. എന്നിട്ട് പറയും ആ കുട്ടിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഈ നമ്മുടെ സൊറായ ഉണ്ടല്ലോ, അവൾ അഫ്ഗാനിലായിരുന്നു. ആ ടൈമിൽ അവിടെ വെച്ചിട്ട് ഒരാളോട് എലോപ്പ് ചെയ്ത് പോയി 1 മന്ത് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അയാളോടൊപ്പം. അതിനുശേഷം ഫാദർ വന്നിട്ട് അയാളെ കുറച്ച് ടോർച്ചറൊക്കെ ചെയ്തു. അങ്ങനെ ഫാദർ വന്ന് അവളെ അങ്ങ് തിരിച്ച് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. അതിനുശേഷം അവൾ കുറേ നാളായിട്ട് ഫാദറിനോട് മിണ്ടുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ മാരേജിന് എല്ലാവർക്കും സമ്മതമാണ്. അമീർ എന്ത് കയറിയിട്ട് അവനൊന്നും തോന്നിയില്ല, കാരണം അത് പാസ്റ്റ് അല്ലേ, അങ്ങനെയൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരു പെട്ടെന്ന് മാരേജ് ചെയ്യുന്നുണ്ട്, കാരണം ബാബയുടെ ഹെൽത്ത് അത്ര നല്ലതല്ലല്ലോ. അങ്ങനെ ബാബ മരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ബാബ മരിക്കും. പിന്നീട് അദ്ദേഹം ഒരു സക്സസ്ഫുൾ റൈറ്ററൊക്കെ ആവുന്നുണ്ട്. ഓൾസോ അവരൊരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, ബട്ട് അത് നടക്കുന്നില്ല. അങ്ങനെ വൺ ഡേ നമ്മുടെ റഹീം ഖാൻ്റെ കോൾ അമീറിന് കിട്ടുന്നുണ്ട്. റഹീം ഖാൻ ഭയങ്കരമായിട്ട് സിക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്ന് അമീറിനെ കാണണം. അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാനിലാണ്. കാബൂളിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വന്നു എന്ന് പറയുന്നു. അങ്ങനെ അമീർ അവിടെ എത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും റഹീം ഖാൻ പറയും കാബൂളിൽ സംഭവിച്ച കാര്യങ്ങൾ പറയാണ്. കാരണം ഒരുപാട് 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 കഷ്ടമായി. സോവിയറ്റ് യൂണിയൻ അവിടെ വന്നിട്ട് അവരെ ഭരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് കഷ്ടമായി. സോവിയറ്റ് പോയതിന് ശേഷം ഇപ്പോൾ താലിബാനാണ്. താലിബാൻ എന്ന് വെച്ചാൽ സോവിയറ്റുകളെക്കാട്ടും കഷ്ടമാണ്. ഭയങ്കര വയലൻസ് മാത്രമാണ്, ഹ്യൂമൻ കൈൻഡ്നെസ് ആരുടെയും കയ്യിലില്ല എന്നൊക്കെ പറയും.
അതിനുശേഷം ഹസൻ്റെ കാര്യം ചോദിക്കും. അപ്പം ഇദ്ദേഹം പറയും അതൊരു നിനക്കൊന്നും തോന്നരുത്, ഞാൻ പറയാൻ പോകുന്നത് ഭയങ്കര ഒരു കഷ്ടം ഉണ്ടാകുന്നൊരു സംഭവമാണെന്ന് പറയും. അപ്പം അവൻ എന്താ ചോദിക്കുമെന്ന് പറയും, ഹസൻ മരിച്ചു എന്ന് പറയും. അപ്പം അതെങ്ങനെ മരിച്ചെന്ന് ചോദിക്കും. അയ്യോ അത് വല്ലാത്തൊരു മൊമെൻ്റാണ്. അതെങ്ങനെ മരിച്ചു ചോദിക്കും. അപ്പോൾ പറയും അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഹസൻ ഭയങ്കര ലോയലാന്ന് പറഞ്ഞില്ലേ. ഹസനും കല്യാണമൊക്കെ കഴിച്ചു. ഫർസാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈഫ് ആണ് ഉള്ളത്. രണ്ടുപേരും കൂടെ തിരിച്ചു വന്നു. നമ്മുടെ അമീർ പോകുമ്പോഴത്തേക്കും അമീറിൻ്റെ ബാബ വീടൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് നമ്മുടെ റഹീം ഖാനെയാണ്. അപ്പോൾ അദ്ദേഹം കുറേ സെർവൻസിനെ വെച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ പിന്നെയും ഹസനെയും ഫർസാനെയും വിളിച്ചിട്ട് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വയ്യാതായി. അങ്ങനെ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇദ്ദേഹം ഒരു കാറ്റഗറി ഹസാര കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ താലിബാൻകാർക്ക് അവരെ തീരെ ഇഷ്ടമല്ല. കാരണം അവരുടെ എത്തനിക് റേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹസാര കമ്മ്യൂണിറ്റി തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ആര് പറഞ്ഞു, ഹസനും ഫർസാനയും പറഞ്ഞു നമ്മളിത് ഏൽപ്പിച്ചിട്ട് പോയതാണ്, നമ്മളാ ഇവിടെ നോക്കുന്നത്, നമ്മൾ അടിച്ചു മാറ്റിയൊന്നും അല്ല എന്ന് പറയും. അപ്പോൾ അവർ പറയും അല്ല, നിങ്ങളിവിടെ വലിഞ്ഞു കയറിയത്, ഇവിടെ ആളില്ലാത്ത സമയം നോക്കി ഇവിടെ കയറിയതാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾ കൊല്ലുമെന്ന് പറയും. അപ്പോൾ ഹസൻ പറയും ഇല്ല, ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയതാണ്, ഞങ്ങൾ പോയില്ല എന്ന് തന്നെ പറയും. അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹസനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പോകാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓൾസോ അത് കണ്ട് ഫർസാന വന്ന് അവരിങ്ങനെ അടിക്കുമ്പോൾ അവളെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. അവർക്കൊരു മകനുണ്ട്. അങ്ങനെ മകൻ്റെ പേര് സൊഹ്റബ് എന്നാണ് പറയും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് സൊഹ്റബ് കിട്ടിയോ? പണ്ട് സൊഹ്റബിൻ്റെ സ്റ്റോറി വായിച്ചു കൊടുക്കുമായിരുന്നു അമീർ ആർക്ക് വേണ്ടി, ഹസന് വേണ്ടിയിട്ട്. ആ ഒരു ലോയൽറ്റി, ആ ഒരു ഓർമ്മയ്ക്കായിരിക്കാം അദ്ദേഹം സൊഹ്റബ് എന്ന് തന്നെ കുട്ടിക്ക് പേരിട്ടത്. അങ്ങനെ അവനിപ്പോൾ ഒരു ഓർഫണാണ്, നീ അവനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് പറയും. കാരണം ഇവർക്ക് കുട്ടികളില്ലല്ലോ അമീറിനും സൊറൈറ്റും. അപ്പോൾ ഇവൾ ചോദിക്കും അല്ല, അപ്പം ഇവൻ ചോദിക്കും ഞാൻ എന്തിനാ അഡോപ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ അതിന് അപ്പോൾ റഹീം പറയും അഡോപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും. എന്നിട്ട് വേറൊരു കാര്യം പറയുമെന്ന് വെച്ചാൽ അലി എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ഹസൻ്റെ വാപ്പയാണ്. ഹസൻ്റെ വാപ്പയ്ക്ക് വാപ്പയുടെ ഓക്കെ ഹസൻ്റെ ഉമ്മ, സോറി അങ്ങനെ പറയാൻ പറ്റില്ല, അലിയുടെ വൈഫ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അലിയോടൊപ്പം കുറേ നാളുണ്ടായിരുന്നു. അതിനുശേഷം അവൾ മറ്റൊരാളെ കല്യാണം കഴിച്ച് അവൾക്ക് 3 കുട്ടികളാണെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ അമീർ ചോദിക്കും അപ്പോൾ ഹസൻ ആരാ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ റഹീം ഖാൻ പറയും അലി സ്റ്റെറയിലാണ്, അതുകൊണ്ടിട്ടാണ് അലിയുടെ വൈഫ് അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് ചോദിക്കും. അപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ ഹസൻ ആരാ? ആക്ച്വലി ഹസൻ എന്ന് പറഞ്ഞാൽ ഈ അലിയുടെ വൈഫിൽ ഉണ്ടായ നമ്മുടെ ബാബയ്ക്കുണ്ടായ കുട്ടിയാണ് ഹസൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ അമീറിൻ്റെ ബ്രദർ ആയിരുന്നു ഹസൻ. ഇപ്പോൾ നമ്മുടെ സൊഹ്റബ് ഉണ്ടല്ലോ, സൊഹ്റബ് അവൻ്റെ നീസാണ്, അവൻ്റെ ബ്രദറിൻ്റെ മകനാണ്. മനസ്സിലായോ? അത് വല്ലാത്തൊരു ഷോക്കിംഗ് ആണ് നമുക്ക് നോവൽ വായിക്കുന്നവർക്കും, വല്ലാത്തൊരു ഷോക്കിംഗ്. ഓൾസോ നമ്മുടെ അമീറിനും അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു. അങ്ങനെ അപ്പോൾ പിന്നെ അമീർ എന്തായാലും അവനെ ഓർഫനേജിൽ നിന്ന് അവനെ എടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ സൊഹ്റബിനെ തിരിച്ച് കൊണ്ടുവരാൻ, പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആര് റെഡിയാവും? നമ്മുടെ അമീർ റെഡിയാവും. അവിടുത്തെ ഒരു വിശ്വസ്തനായ ഡ്രൈവറിൻ്റെ ഒപ്പം അവിടേക്ക് പോകണം, കബൂളിലേക്ക്. അവിടെ താലിബാൻ ഭരണമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. അവർക്ക് ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും കണ്ടാൽ അപ്പോഴും ഒറ്റയടിക്ക് ഷൂട്ട് ചെയ്യും. ഷൂട്ട് അറ്റ് സൈറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. അങ്ങനെ റിസ്ക് എടുത്തുകൊണ്ട് അവിടെ പോവാണ്. അവിടെ പോകുമ്പോഴത്തേക്കും ഭയങ്കര പാതറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലം, ഒരു കബൂൾ, ഒരു അഫ്ഗാനിസ്ഥാൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. ട്രീസൊക്കെ വെട്ടിമാറ്റുന്ന സോവിയറ്റുകാരുടെ പണിയാണ്. അതുപോലെ അവിടുത്തെ ആൾക്കാരെല്ലാം താടി വെക്കണം. അത് താലിബാൻ റൂളാണ്. അപ്പോൾ പാവം അമീറിന് താടിയൊന്നുമില്ല. അപ്പോൾ അവന് വെപ്പ് താടിയൊക്കെ വെച്ചുകൊണ്ടാണ് അവൻ അതിലേക്കൂടെ പോകുന്നത്. കംപ്ലീറ്റ്ലി കബൂൾ മാറിക്കഴിഞ്ഞു, ഫുൾ മാറി. എല്ലാം ഒരു കല്ല് പോലും അവിടെ ശേഷിച്ചിട്ടില്ല. കുറേ പഴയ ടാങ്കർ, ഈ വാറിനൊക്കെ ഉപയോഗിക്കുന്ന യുദ്ധ ടാങ്കറുകൾ മാത്രം എവിടെയെങ്കിലും നിരത്തി നിൽപ്പുണ്ട്. അതുപോലെ ആൾക്കാർക്ക് പാതറ്റിക്കാണ്, കൈയില്ല കാലില്ല, അങ്ങനത്തെ ഓരോരോ അവസ്ഥകളാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ ആൾക്കാരിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന കാണാം, കുറേ പേരിങ്ങനെ ഷോട്ട് ചെയ്ത് അവിടെ കിടക്കുന്ന കാണാം. അങ്ങനെ കുറേ ഭയങ്കര പാതറ്റിക് ആയിട്ടുള്ള കുറേ അവസ്ഥ നമ്മൾ പൊക്കോണ്ടേയിരിക്കുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ അവിടെ വെച്ചിട്ട് ഇറങ്ങും. രണ്ടുപേരും ഇറങ്ങും, ഡ്രൈവറും നമ്മുടെ അമീറും ഇറങ്ങും. ഇറങ്ങുമ്പോഴത്തേക്കും ഒരു താലിബാൻ അവരുടെ വണ്ടി വരും. അവിടെ വണ്ടി വരുമ്പോഴത്തേക്കും ഇങ്ങനെ അമീർ അവരിങ്ങനെ തുറച്ച് നോക്കും. അപ്പോഴത്തേക്കും ഡ്രൈവർ ചോദിക്കും നിനക്ക് ജീവിക്കണമെന്നൊരാഗ്രഹവും ഇല്ല? അവരെ അങ്ങനെ നോക്കുകയും ചെയ്യരുത്, അങ്ങനെ നോക്കുവാണെങ്കിൽ അപ്പോഴേ അവർ ഷൂട്ട് ചെയ്യുമെന്ന് പറയും. അങ്ങനെ അവർ നേരെ ഓർഫനേജിലേക്ക് പോകും. ഓർഫനേജിലേക്ക് പോയിട്ട് ഈ കുട്ടിയുടെ ഫോട്ടോയുണ്ട്, നമ്മുടെ ഹസൻ്റെയും കുട്ടിയുടെയും ഒരു ഫോട്ടോ ഹസൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയി. അതായത് ഹസൻ മരിക്കുന്നതിന് ഒരു മാസം മുന്നേ റഹീമിൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അമീറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ലെറ്ററിൻ്റെ കണ്ടൻറ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എഴുത്തും വായനയും പഠിച്ചതിന് ശേഷം മാത്രമേ നിനക്കൊരു കത്ത് എഴുതുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ നമ്മുടെ ഇതുപോലെ സല്യൂട്ടല്ലല്ലോ, എന്താ പറയുക അതിന്, ഒരു ഗ്രീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ പറയുന്നുണ്ട് നമ്മുടെ പഴയ ആ ഒരു കബൂളല്ല, ഇവിടുത്തെ എല്ലാം ഇന്നസെൻസും ഒക്കെ നഷ്ടപ്പെട്ടു. പഴയ പോലെ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഇല്ല, ഫുൾ പോയി. ഇപ്പം
പഴയ ഒന്നും ഇവിടെ അവശേഷിക്കുന്നില്ല. ഫുൾ വയലൻസ് മാത്രമേ ഉള്ളൂ. ആരുടെ മനസ്സിലൊരു കൈൻഡ്നെസ് ഇല്ല, എമ്പതി ഇല്ല. എല്ലായിടത്തും വയലൻസാണ്. നമ്മൾ പണ്ട് ജീവിച്ച ഒരു ചൈൽഡ്ഹുഡേ അല്ല, ഇവിടെ ട്രീസ് ഒന്നുമില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കെന്തെങ്കിലും പറ്റുവാണെങ്കിൽ എൻ്റെ സുഹ്റബിനെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞൊരു ലെക്ചറും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനകത്തൊരു ഫോട്ടോ ഉണ്ട്. സുഹ്റബും ഈ നമ്മുടെ ഹസനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരിതും കൊണ്ട് ഓർഫനേജിൽ പോയി കാണിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ആ കീപ്പർ അദ്ദേഹം പറയും ഈ കുട്ടി ഇവിടെ ഇല്ല എന്ന് പറയും. അപ്പോൾ അവൻ ചോദിക്കും എന്താ ഇവിടെ ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം പറയും, അതായത് നമ്മുടെ താലിബാൻ്റെ ഒരു ഒഫീഷ്യലുണ്ട്, അദ്ദേഹം എല്ലാ മന്തും അങ്ങനെ കുറച്ച് നാൾ കൂടുമ്പോൾ വന്നിട്ട് ഇവിടുന്ന് ഓരോ ഗേൾ ചൈൽഡിനെ കൂടെ കൊണ്ടുപോകുമെന്ന് പറയും. എന്തിനാണെന്ന് മനസ്സിലായല്ലോ. അപ്പോഴത്തേക്കും ഇദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. നിങ്ങൾ എന്താ ഓർഫനേജാണോ നടത്തുന്നത്, വേറെ എന്തെങ്കിലുമാണോ നടത്തുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ ഓർഫൺ കുട്ടികൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് എത്രയെങ്കിലും ചെയ്യുന്നത്, പക്ഷേ അവന്മാർ വന്നിട്ട് ക്യാഷ് വന്നിട്ട് കൊണ്ടുപോകും. ഇപ്പം ഞാൻ തരില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരാൾക്ക് പകരം 10 പേരെ കൊണ്ടുപോകും. അപ്പോൾ അതിന് പകരം ഞാൻ ആ ക്യാഷ് വാങ്ങി ഈ കുട്ടിയൊക്കെ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കൊടുത്താൽ മതിയല്ലോ, അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ചോദിക്കും ഓക്കെ വെൽ സുഹ്റബ് എവിടെ പോയി? ഇപ്പോൾ പറഞ്ഞു ഒരു ഡേ ആ ഒഫീഷ്യൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ സുഹ്റബിനെയാണ് കൊണ്ടുപോയെന്ന് പറയും. കുറച്ച് ലെങ്തി ആയി പോയില്ലേ. അപ്പോൾ ഞാനിനി സെക്കൻഡ് പാർട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇത് കുറേ വീഡിയോസ് ആ ഫിലിംസിൻ്റെ ക്ലിപ്പിങ്സൊക്കെ എടുത്ത് അങ്ങനെ ചെയ്തതാണ്. ഇനി അഥവാ കോപ്പി റൈറ്റ്സ് അങ്ങനെ വരുമോ എന്നൊരു പേടി. ഇപ്പം ഓൾറെഡി ചാനലൊരു കോപ്പി റൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അതൊന്നും വേണ്ടാന്ന് കരുതിയിട്ടാണ് നോട്ട്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ സ്ട്രൈക്ക് അടിക്കാതെ ആ ക്ലിപ്പിങ്സ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്? എങ്കിലൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, നമുക്കിനി സെക്കൻഡ് വീഡിയോയിൽ കാണാം.